Hello, this is Python Malayalam. Python Malayalam മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ടൈമുമായി ബന്ധപ്പെട്ട് അല്പം കൂടി കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. So, this is our basic framework. തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ കമന്റ് ഔട്ട് ചെയ്യുകയാണ്. Ctrl/. നമ്മൾ നേരത്തെ ടൈമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ടൈമുമായി ബന്ധപ്പെട്ട് ചില ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണത്തിന് പ്രിന്റ് ടൈം സ്റ്റാർട്ട് കൊടുത്തു. ഓക്കെ, അതിനോട് തന്നെ താഴെയായിട്ട് പ്രിന്റ് സെക്കൻഡ് ലൈൻ എന്ന് കൊടുത്തു. ഇത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ടൈം സ്റ്റാർട്ടർ നിന്നും പ്രിന്റ് സെക്കൻഡ് ലൈൻ ഒരുമിച്ച് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റൺ ചെയ്ത് തരും. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ്, ഒരു 3 സെക്കൻഡ് ഗ്യാപ്പ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടൈം ഡോട്ട് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. ടൈം ഡോട്ട് സ്ലീപ്പ് 3 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ടൈമിന് താഴത്തെ റെഡ് എറർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ട് ടൈം കൊടുക്കാം. ഓക്കെ, ടൈം നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ടൈം ഡോട്ട് സ്ലീപ്പിന് എന്താണ് ചെയ്യുന്നത്? ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും, പിന്നെ 3 സെക്കൻഡ് ഇത് വെയിറ്റ് ചെയ്യും, അതിനുശേഷം ഈ ലൈന്, അതിനുശേഷമേ കോഡ് പിന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ടൈം സ്റ്റാർട്ടഡ് 1 2 3 സെക്കൻഡ് കഴിയുമ്പോൾ പ്രിന്റ് സെക്കൻഡ് ലൈൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ലൈനും പ്രിന്റ് ചെയ്യും. സോ സ്ലീപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഇൻ്റർവെല്ലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്ക് ഇത്ര സെക്കൻഡ്സും നമ്മൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ടൈം ഡോട്ട് സ്ലീപ്പിന് ജസ്റ്റ് അതിനിടയിൽ ആഡ് ചെയ്താൽ മാത്രം മതി. 5 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്രിന്റ് മെത്തേഡിൽ വീണ്ടും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർ ഇടാം. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ടൈം സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഈ ലൈൻ റൺ ചെയ്തു, പിന്നെ പ്രിന്റ് സെക്കൻഡ് ലൈൻ അനദർ വൺ. ഇനി 5 സെക്കൻഡ് ഇത് വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഈ സ്റ്റാർ. ഓക്കെ, സ്റ്റാർ പ്രിന്റ് ചെയ്തു. സോ അതാണ് നമ്മളെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ടൈം ഡോട്ട് സ്ലീപ്പ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇടവേളകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്കത് ഫോർ ലൂപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇൻ റേഞ്ച് കൊടുക്കണം. ഇവിടെ ഇൻ റേഞ്ച് റേഞ്ച് ടൈം ഡോട്ട് സ്ലീപ്പ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ടൈം സ്റ്റാർട്ടഡ്. ഇനി ഇതെല്ലാം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് ഈ സ്റ്റാറിൻ്റെ ലൈനും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് പ്രിന്റ് ചെയ്തു, പിന്നെ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തു, പ്രിന്റ് ചെയ്തു. അങ്ങനെ നമുക്ക് ഇടവേളകളിൽ അതിനെ നമ്മൾ കോഡിനെ ഇങ്ങനെ റൺ ചെയ്യിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഓരോ സെക്കൻഡിലും നമ്മുടെ സമയം ഇങ്ങനെ പ്രിന്റ് ചെയ്ത് തരുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇത്രയും കോഡ് Ctrl/ അടിച്ചിട്ട് കമന്റ് ഔട്ട് ചെയ്തു. ഓരോ സെക്കൻഡിൽ നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ വൈൽ ട്രൂ ഈസ് നോട്ട് ഈക്വൽ ടു ഫാൾസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ട്രൂ ഫാൾസ് അല്ലാതിരിക്കുന്നിടത്തോളം കാലം, ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ റൺ ചെയ്യുക ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ടൈം ഡോട്ട് strf ടൈം എന്ന് പറയുന്ന ടൈമിന്റെ ഫോർമാറ്റ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതിൽ അതിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് ടൈമിന്റെ ഏത് ഫോർമാറ്റിലാണ് ടൈം പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്ലസ് നമുക്ക് ഇതിനിടയിൽ ഒരു പ്ലസ് കൊടുക്കാം. ഓക്കെ, പ്ലസ് പിന്നെ മിനിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലസ് അടിക്കുന്നു, കോളൻ, വീണ്ടും പ്ലസ് അടിക്കുന്നു, പിന്നെ നമുക്ക് എന്താ ആവശ്യമുള്ളത്? സെക്കൻഡാണ് ആവശ്യം. %സെക്കൻഡ്. അപ്പോൾ ഹവർ ആദ്യം കാണിക്കും, പിന്നെ ഒരു കോളൻ മിനിറ്റ്, അത് കഴിഞ്ഞാൽ കോളൻ സെക്കൻഡ്. ഈ രൂപത്തിൽ അത് പ്രിന്റ് ചെയ്ത് തരും. ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം നമുക്കത് ടൈം ഡോട്ട് സ്ലീപ്പ് 1 സെക്കൻഡ്.
അപ്പോൾ ഒരു സെക്കൻഡ് എന്ത് ചെയ്യും, അപ്പുള്ള ടൈം പ്രിന്റ് ചെയ്യും. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ടൈം പ്രിന്റ് ചെയ്യും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അങ്ങനെ 10, 54, 12, 13, 14, 15. അപ്പോൾ നമ്മുടെ ക്ലോക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ടൈമിൻ്റെ സ്ലീപ്പ് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പൈതണിൻ്റെ ഉള്ളിലുള്ള ടൈം മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാമാണ്. സോ സ്ലീപ്പ് മെത്തേഡ് നിങ്ങൾക്ക് പൈതൺ ഉപയോഗിച്ചുകൊണ്ട് ഈ രൂപത്തിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ആയി. ഞാൻ ഇതും കമൻ്റ് ഔട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് pyqt4 ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. pyqt4 നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. pyqt4ൻ്റെ ബേസിക് ക്ലാസ് ആണിത്. ജസ്റ്റ് നമ്മുടെ ഒരു വിൻഡോ ആയിട്ട് അതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നു എന്നുള്ളൂ. നമ്മൾ വിൻഡോ ഉപയോഗിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ QT കോർ മൊഡ്യൂളിലെ QTimer എന്ന് പറയുന്ന ഒരു ടൈമറാണ് നമ്മൾ ഈ രൂപത്തിലുള്ള ഫംഗ്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് ടൈമർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ടൈമർ നമ്മൾ ആ ഒരു പേര് കൊടുക്കും. നമ്മൾ ടൈമർ തന്നെ ആയിക്കോട്ടെ. QT കോർ മൊഡ്യൂൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ QT കോർ മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് QT കോർ ഡോട്ട് QTimer കാണാം. QTimer ഇവിടെ ഉണ്ട്. ഇതിനുള്ളിലേക്ക് നമ്മുടെ സെൽഫ് പാസ് ചെയ്യണം. നമ്മൾ പാരൻ്റാണ്. ടൈമർ ഡോട്ട് ടൈം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമറിൻ്റെ ഓരോ സമയവും നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് അങ്ങനെ ടൈം ആകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ ബട്ടണിൻ്റെ കൂടെ ക്ലിക്കഡ് എന്നും ട്രിഗേർഡ് എന്നൊക്കെ ഉപയോഗിച്ച പോലെ ടൈം ഔട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. കണക്ട് സെൽഫ് ഡോട്ട് ടൈം. അപ്പോൾ നമുക്ക് സെൽഫ് ഡോട്ട് ടൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ടൈം സെൽഫ്. ഓക്കെ, തൽക്കാലം പാസ് ഇടാം. സോ ടൈമറിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ കണക്ട് ചെയ്തു. ഇനി ടൈമറിൻ്റെ ഒരു ഇൻ്റർവെല് സെറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ സ്ലീപ്പ് മെത്തേഡ് ഉപയോഗിച്ച പോലെ ഇവിടെ ഇൻ്റർവെല്ലാണ്, സെറ്റ് ഇൻ്റർവെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൈമറിന് ഒരു ഇൻ്റർവെൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സെക്കൻഡ് എന്നുള്ളത് pyqt4നെ അപേക്ഷിച്ച് 1000 ആണ്. pyqt4ൽ സെറ്റ് ഇൻ്റർവെല്ല് 1000 എന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ഇതൊരു സെക്കൻഡാണ്. അപ്പോൾ 6 സെക്കൻഡിന് 6000 ആയിരിക്കും. 60 സെക്കൻഡ്, ഒരു മിനിറ്റിന് 60,000 ആയിരിക്കും നമ്മളിവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡാണ് നമ്മൾ ഉപയോഗിച്ച് 1000 വെച്ചു. ഇനി ടൈമറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ടൈമർ നമുക്കറിയാം മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ടൈമർ ഡോട്ട് സ്റ്റാർട്ട്. ഇത്രയും കോഡുകളാണ് നമ്മൾ ടൈമർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു. ഇനി നമ്മുടെ ഫംഗ്ഷനിൽ നമുക്ക് ഓരോ തവണയും നമുക്ക് ഒരു ഇൻറ്റിജർ ഇങ്ങനെ ആഡ് ചെയ്യുന്നതായിട്ട്, അപ്പോൾ നമുക്കൊരു ഇൻറ്റിജർ സെൽഫ് ഡോട്ട് ഐ ഈക്വൽ ടു 1 ഒരു 0 ആയിക്കോട്ടെ. ഓക്കെ, ഓരോ തവണയും ഓരോ സെക്കൻഡും ഇൻ്റർവെല്ലിൽ ഓരോ സെക്കൻഡും മാറുന്നതിനനുസരിച്ച് ടൈം ഔട്ട് ആവുന്നതിനനുസരിച്ചിട്ട് ഈ ഫംഗ്ഷൻ ഇങ്ങനെ റൺ ആവും. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനിൽ സെൽഫ് ഡോട്ട് ഐ പ്ലസ് ഇസ് ഈക്വൽ ടു 1 ഓരോ തവണയും അതിൻ്റെ വാല്യൂ 1 ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമുക്കത് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം 1 2 3 4 5 6. അപ്പോൾ ഓരോ തവണയും ഇൻറ്റിജറിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സെക്കൻഡുകളൊക്കെ ടൈമറോ ക്ലോക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമറിൻ്റെ സെറ്റ് ഇൻ്റർവെൽ ഉപയോഗിച്ചുകൊണ്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലോക്കുകളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. സോ അതാണ് ഈ വീഡിയോ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. പൈതൺ മലയാളം ട്യൂട്ടോറിയലുകൾ ഇനിയുമുണ്ട്. കൂടുതൽ ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.